സാധാരണ നമ്മൾ രസം വെക്കുമ്പം ബീറ്റ്റൂട്ട് ആരും ചേർക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പച്ച ചുവ ഒരുമാതിരി ആൾക്കാർക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് എന്നാലും ഞാൻ ഈ വെക്കുന്നത് പോലെ ഈ ബീറ്റ്റൂട്ട് രസം വെച്ചാൽ ഇതിന് പച്ച ചുവയൊട്ട് കാണുകയുമില്ല. അതുപോലെ രസം നല്ല കളർഫുള്ളുമായിരിക്കും. Cook with Sophie, sharing 40 years experience. നമസ്കാരം, ഞാൻ സോഫി കുര്യാക്കോസ്. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീറ്റ്റൂട്ട് രസം വെക്കാൻ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെ ഒരു ബീറ്റ്റൂട്ടാണ് ഞാൻ ഈ രസം ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയത്തിൽ താഴെ. അതുപോലെ ഇത് നല്ല ഫ്രഷായ ബീറ്റ്റൂട്ടായിരിക്കണം. ഇനി ഇത് ചെത്തി കഷ്ണങ്ങളാക്കണം. ബീറ്റ്റൂട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. ഈ തക്കാളി ഒന്ന് വേവിക്കാനുള്ളതാണ്. നമുക്ക് ഇതുപോലെ തൊലി പൊളിയാൻ എളുപ്പമായതുകൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു വെക്കാം. ഈ ബീറ്റ്റൂട്ട് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റുകയാണ്. ആ കൂടെ തന്നെ ഈ തക്കാളിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. അതിന് പ്രത്യേക അളവൊന്നുമില്ല. ഞാൻ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഉപ്പൊന്നും ചേർക്കണ്ട. ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു വിസിലും 2 വിസിൽ കേട്ടാൽ മതി. ബീറ്റ്റൂട്ട് വേകുന്ന നേരത്തിന് നമുക്ക് ചില സാധനങ്ങളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവനോടെ, 1 ടേബിൾ സ്പൂൺ മല്ലി മുഴുവനോടെ, 3/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് ഒത്തിരി പൊടിയണ്ട, ഒന്ന് ശരിക്കും ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പം ഇതെല്ലാം ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ആ ജാറിലേക്ക് തന്നെ ഒരു 8-10 ചെറിയ ഉള്ളി ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കാം. ഇതൊരു 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ തൊലി കളഞ്ഞിട്ടില്ല, കാരണം നല്ലവണ്ണം കഴുകി എടുത്തതേ ഉള്ളൂ. ആ തൊലിയോടുകൂടി തന്നെയാണ് ഇതൊന്ന് ചതച്ചെടുക്കുന്നത്. ഒന്ന് നമുക്ക് പുളർന്നിട്ട് കൊടുക്കാം. ഇതങ്ങോട്ട് പൊടിഞ്ഞു പോകണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇത് ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. 2 വിസിൽ കേട്ട് കഴിഞ്ഞ് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയി. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ചൂടാറിയിട്ടുണ്ട്. ബീറ്റ്റൂട്ടൊക്കെ നല്ലവണ്ണം വെന്ത്, തക്കാളിപ്പഴം നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഈ തക്കാളിപ്പഴം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ബീറ്റ്റൂട്ട് ഒന്ന് അരച്ചെടുക്കണം. ഞാൻ ഉള്ളിയൊക്കെ ചതച്ച് ആ ജാറ് തന്നെയാണ്, ഇത് കഴുകിയിട്ടില്ല. അതിലേക്ക് ഈ ബീറ്റ്റൂട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലൊരു ശകലം വെള്ളം കൂടെ ചേർക്കാം. ബാക്കി വെള്ളം കളയരുത്, നമുക്ക് രസത്തിൽ ചേർക്കാനുള്ളതാണ്. ബീറ്റ്റൂട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി തക്കാളിപ്പഴത്തിൻ്റെ തൊലി മാറ്റിയിട്ട് ഒന്ന് കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കണം. നന്നായിട്ട് വെന്തത് കൊണ്ട് നല്ലവണ്ണം തന്നെ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അര ടീസ്പൂൺ കടുക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 നുള്ള് ഉലുവായും ചേർക്കാം. കുറച്ച് കറിവേപ്പില, ഒരു 3 വറ്റൽമുളകും ചേർക്കാം. വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ചതച്ചത് ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരണം. എന്ന് പറഞ്ഞാൽ ഒത്തിരി മൂത്ത് പോകുമല്ല, അതിൻ്റെ ആ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഈ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മതി.
ഇപ്പോൾ ഉള്ളിയൊക്കെ ഇന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്, മല്ലി, ചെറിയ ജീരകവും കൂടെ പൊടിച്ചത് ചേർക്കാം. അതും ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റിയാൽ മതി. ഇപ്പോൾ ഇട്ട പൊടികളെല്ലാം മൂത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. ഇത് ഒന്ന് ചൂടായാൽ മതി, ഒത്തിരി അങ്ങോട്ട് മൂത്തൊന്നും പോകണ്ട. തീ കുറച്ച് വെക്കണം. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർക്കാം. ആ കൂടെ തന്നെ നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിപ്പഴവും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരല്പം നേരം, ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മതി. ഇപ്പോൾ ബീറ്റ്റൂട്ടും തക്കാളിപ്പഴം എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് വെന്തതായതുകൊണ്ട് ഇതിന് പച്ചച്ചൊവയൊന്നും വരികയില്ല. അതിലേക്ക് ജാറ് കഴുകിയും ബീറ്റ്റൂട്ടിൻ്റെ ബാക്കി വെള്ളം എല്ലാം കൂടെ ചേർക്കാം. ഇനി നമുക്ക് എന്തോരം വെള്ളം ഇതിനകത്ത് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഒരു 3/4 ലിറ്റർ, അതായത് ഒരു 3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇനി തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. ഒന്ന് തിളച്ച് വരണം. ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പം പുളി, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞതാണ്. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ. നമുക്കതിൻ്റെ പുളി നോക്കിയിട്ട് വേണം ബാക്കി ഒഴിക്കാൻ. കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഞാൻ നോക്കിയിട്ട് അല്പം പുളി കുറവാണ്, അതുകൊണ്ട് അല്പം പുളിവെള്ളം കൂടെ ചേർക്കുവാണ്. അതുപോലെ 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കുവാണ്. ഇനി ഇത് തീ കുറച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം ചെറുതീയിലിട്ടൊന്ന് തിളയ്ക്കണം. അടച്ചു വെക്കാം. ഒരു 3 മിനിറ്റ് ചെറുതീയിൽ തിളച്ചതാണ്. ഇനി ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടോ? ഇതിൻ്റെ ഉപ്പും പുളിയെല്ലാം നോക്കണം. ഉപ്പും പുളിയും എരിവും കായവും മല്ലിയില എല്ലാം നന്നായിട്ടുണ്ട്. നമ്മുടെ ബീറ്റ്റൂട്ട് രസം റെഡിയായി. സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കുറച്ച് മല്ലിയില ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇത് നല്ല രുചിയുള്ളൊരു രസമാണ്. ചോറിൻ്റെ കൂടെ കൂട്ടാൻ തന്നെയല്ല, വെറുതെ കുടിക്കാനും നല്ലതാണ്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.